മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ നീക്കാൻ വീണ്ടും രാജ്യസഭയിൽ നോട്ടീസ്. 73 പ്രതിപക്ഷ എംപിമാർ ഒപ്പുവെച്ച നോട്ടീസ് സമർപ്പിച്ചു. നേരത്തെ നൽകിയ നോട്ടീസുകൾ ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ അധ്യക്ഷനും തള്ളിയിരുന്നു. PR അരവിന്ദുണ്ട് ഡൽഹിയിൽ നിന്നും. അരവിന്ദ, വലിയ ആരോപണം ഗണേഷ് കുമാറിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്തതിലൊക്കെ ഒരു വിശദീകരണം ചോദിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളതുൾപ്പെടെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വീണ്ടും രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നു പ്രതിപക്ഷം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനാണ് വീണ്ടും ഇംപീച്ച്മെന്റ് നോട്ടീസ് പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. 73 പ്രതിപക്ഷ എംപിമാർ ഒപ്പുവെച്ച നോട്ടീസ് ഇപ്പോൾ രാജ്യസഭയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നു. പക്ഷെ അത് പരിശോധിക്കാൻ പോലും തയ്യാറായത് രാജ്യസഭാ അധ്യക്ഷനും അതോടൊപ്പം ലോക്സഭാ സ്പീക്കറും നൽകിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ നീക്കാൻ വീണ്ടും രാജ്യസഭയിൽ നോട്ടീസ് നൽകുന്നു പ്രതിപക്ഷം. 73 പ്രതിപക്ഷ എംപിമാർ ഒപ്പുവെച്ച നോട്ടീസാണ് സമർപ്പിച്ചത്. നേരത്തെ നൽകിയ നോട്ടീസുകൾ രാജ്യസഭാ സ്പീക്കർ അധ്യക്ഷനും ലോക്സഭാ സ്പീക്കറും തള്ളിയത് നമുക്കറിയാവുന്ന കാര്യമാണ്. നേരത്തെ എനിക്ക് തോന്നുന്നത് അമലി, വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് അതിൽ ആ ഒരു നീക്കത്തെ, സർക്കാരിന്റെ നീക്കത്തെ, ആ ബില്ല് പരാജയപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം കൂടിയാണ്. ഏതായാലും ഉറച്ച മനസ്സോടെ പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ് ഈ വിഷയത്തിൽ ഒരിക്കൽ കൂടി എന്നുള്ളതാണ് ഈ വാർത്ത നൽകുന്ന സൂചന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.